ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി BS6 മോഡലാണ്. നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞാണ് വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റാൻ, വാട്ടർ സർവീസ് ചെയ്യുക. പിന്നെ ബാക്ക് വീലിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സൗണ്ട് വ്യത്യാസം പറയാനുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യാനും ചെക്ക് ചെയ്യാനും ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. നിലവിൽ ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ക്യാം അഴിച്ചത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. ഇത് ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ്. അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. നമ്മളതിൻ്റെ പ്ലേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ഓയിലും നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ് നടക്കുന്നത് കേട്ടോ. ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററും ക്ലച്ച് സൈഡൊക്കെ അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് കമ്പനി ഫിൽറ്ററൊക്കെ കിടക്കണേ, കുറച്ച് ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. നമുക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, ക്ലച്ച് ഗ്രീസ് ചെയ്യണം, അതിനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചാണ്. നിലവിൽ വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല, ഓയിൽ ലീക്കൊന്നുമില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ കാര്യം നമ്മൾ ചെക്ക് ചെയ്തു, നോർമൽ തേമാനാണ്. ക്ലച്ച് യൂണിറ്റും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ബെൽറ്റ് ചെക്ക് ചെയ്തു, ബെൽറ്റ് കമ്പനി ബെൽറ്റാണ് കിടക്കണേ, നല്ല ബെൽറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ്. അതേപോലെ തന്നെ ഹെഡ് കവർ ഗ്യാസ്കറ്റൊക്കെ നോക്കി വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിലേറ്ററിൻ്റെ ഭാഗത്തും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2025 ബാറ്ററിയാണ്. നമ്മളതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 12.87 റേഞ്ച് വരെ വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴേലും 9.15 വരെ വരുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ ബ്രേക്കും കൂടി നമ്മൾ അഴിക്കും കേട്ടോ. നമ്മളിപ്പോൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയേക്കണമെന്നാണ്. അതിനുശേഷം ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യും, ബ്രേക്ക് ലൈനറൊക്കെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഇതിനെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഹാൻഡിലൊക്കെ നല്ല ബലം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. നിലവിൽ നമുക്ക് ടയർ ട്യൂബ്ലെസ് ആണ്. ഇടയ്ക്ക് എയർ ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് തീരെ എയർ കുറവായിട്ടാണ് ഓടിക്കൊണ്ടിരുന്നത്. തന്നെയല്ല നമുക്ക് ഫ്രണ്ട് എയർ കുറഞ്ഞ് ഓടുമ്പോൾ കൂടുതലായിട്ടും ഫ്രണ്ട് റൈറ്റ് സൈഡിലാണ് വണ്ടിക്ക് പിടുത്തം വരാം. റൈറ്റ് സൈഡിൽ തേമാനം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. കോമണായിട്ട് സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ ഏതിൻ്റെയും ഫ്രണ്ട് ടയറിൻ്റെ റൈറ്റ് സൈഡ് തേമാനം കാണിക്കും. അത് പൊതുവേ ഉള്ളൊരിതാണ്. പ്രത്യേകിച്ച് എയറൊക്കെ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് കൂടുതലായിട്ട് കാണിക്കും. അതിൻ്റെ എല്ലാ ലക്ഷണവും ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി ആക്ഷനൊക്കെ ഓക്കെയാണ്. വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിലില്ല. കോൺസെപ്റ്റ് ചെറിയൊരു ലൂസ് ഉണ്ട്, നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഈ സൈഡ് വരുമ്പോൾ നമ്മൾ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. പുതിയ പ്ലഗ്ഗാണ്. എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ കൂട്ടത്തിൽ മാറ്റിയിട്ടാണ് പ്ലഗ്ഗാണ് കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാക്കാം. ഏകദേശം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയി വരുമ്പോഴത്തേക്കും ഒരു 6 മണിക്കാവും. വാഷിംഗ് അടക്കം കഴിഞ്ഞ് വരുമ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് അടക്കം വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്തോളൂ കേട്ടോ.